രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് ഇന്ന് 75ാം പിറന്നാളാണ്. എല്ലാ വർഷവും പിറന്നാളുണ്ടെങ്കിലും ഇന്നത്തെ പിറന്നാൾ അല്പം വ്യത്യാസമുള്ളതാണ്. അതായത് 75ാം വയസ്സ് വന്നു കഴിഞ്ഞാൽ നേതാക്കൾ അവരുടെ സ്ഥാനങ്ങൾ ഒഴിയണം എന്നുള്ള ചില അലിഖിത നിയമങ്ങൾ പാർട്ടിയിലുണ്ട്. ആ നിയമങ്ങൾ നരേന്ദ്രമോദിക്കും ബാധകമായാൽ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് അദ്ദേഹം മാറേണ്ടി വരുമോ എന്നുള്ളൊരു വാർത്തകളും വർത്തമാനങ്ങളുമാണ് കുറേ മാസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പിറന്നാളിന് പ്രത്യേകത ഏറെയാണ്. ലോക നേതാക്കൾ മോദിയെ പ്രശംസിച്ചും അതുപോലെ തന്നെ ഇന്ത്യയിലെ നേതാക്കൾ പ്രധാനമായും ബി ജെ പിയുടെ നേതാക്കൾ അദ്ദേഹത്തെ ആശംസിച്ചും പ്രശംസിച്ചുമൊക്കെ ഇന്ന് മുന്നോട്ട് പോകുന്നുണ്ട്. എങ്കിലും നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ ഭാവിക്ക് ഇരുളടയുമോ എന്നുള്ള ചില ചോദ്യങ്ങളും ചില ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് നേരിട്ട് വിളിച്ച് നരേന്ദ്രമോദിയെ ജന്മദിനത്തിൽ ആശംസ നേർന്നു. അതുപോലെ തന്നെ രാജ്യത്തിനകത്ത് നേതാക്കന്മാർ അദ്ദേഹത്തിന് ആശംസ അറിയിച്ചുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥ നേതൃത്വം എന്നാൽ നരേന്ദ്രമോദി എന്നാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. അതായത് നരേന്ദ്രമോദിയുടെ കീഴിലേക്ക് അല്ലെങ്കിൽ കാൽച്ചുവട്ടിലേക്ക് രാജ്യത്തെ BJP ഒന്നടങ്കം പോയിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇത്. നരേന്ദ്രമോദി അല്ലാത്ത മറ്റൊരു നേതാവിനെ സങ്കല്പിക്കാൻ പോലും BJPക്ക് ഈ നിമിഷത്തിൽ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും UPയിലും മഹാരാഷ്ട്രയിലുമൊക്കെ വലിയ തിരിച്ചടി BJPക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലും നരേന്ദ്രമോദി എന്ന നേതാവിൻ്റെ പ്രഭാവം നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് തെളിയിക്കുന്നതാണ് അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ചില അർഹതകൾ. അത് ഇന്നത്തെ ദിവസം 75ാം പിറന്നാളിന് അദ്ദേഹം മാറി മറ്റൊരാൾക്ക് കസേര നൽകാൻ BJPയിൽ RSS നിർബന്ധം പിടിക്കുന്നു എന്നുള്ള വാർത്തകൾ വന്നത് ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ട്. പൂർവാധികം ശക്തിയോടെയാണ് നരേന്ദ്രമോദി ഇന്ന് 75 വയസ്സ് പൂർത്തിയാക്കുന്നത്. നിർണായക സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ മോദി അല്ലാതെ മറ്റൊരു നേതാവിനെയും പകരം വയ്ക്കാൻ BJPക്കാകുന്നില്ല എന്നുള്ളതാണ് സത്യം. ഗുജറാത്ത് മെഹസാന ജില്ലയിലെ വഡനഗറിൽ 1950 സെപ്റ്റംബർ 17 തുടങ്ങിയ നരേന്ദ്ര ദാമോദർ ദാസ് മോദിയുടെ ജീവിതയാത്ര ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ മായ്ക്കാനാകാത്ത ഒന്നായി മാറുന്നു. 17ാം വയസ്സിൽ വീട് വിട്ട് RSSലൂടെ തുടങ്ങിയ ഒരു പൊതുപ്രവർത്തനം 87-ൽ 37ാം വയസ്സിൽ ഗുജറാത്ത് BJP ജനറൽ സെക്രട്ടറി, പിന്നീട് 2001-ൽ ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായി. ഗുജറാത്ത് കലാപത്തിന് ശേഷമുള്ള വിവാദങ്ങൾ നേരിട്ട് 2014 മുതൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി മാറി. അങ്ങനെ പടിപടിയായി ഉയർന്ന നരേന്ദ്രമോദി ഇന്ന് ലോകത്തെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായി മാറിയിരിക്കുന്നു. ഇത് പറഞ്ഞു വരുന്നത് BJPക്ക് ഇന്ത്യയിൽ നരേന്ദ്രമോദി മാറിയാൽ മറ്റൊരു നേതാവില്ല എന്നുള്ള തെളിയിക്കുന്ന ഒരു ദിവസം കൂടിയാണിന്ന്. അല്ലെങ്കിൽ BJPയുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ 75 വയസ്സ് കഴിഞ്ഞാൽ പ്രധാനമന്ത്രി അടക്കമുള്ള പദവികളിൽ നിന്ന് ഒഴിയണമെന്നവർ പറഞ്ഞു വന്നവർ ഇപ്പോൾ നരേന്ദ്രമോദിയെ മാറ്റുന്ന ഒരു വിഷയം പോലും എടുത്തിടുന്നില്ല എന്ന് പറയുമ്പോൾ നരേന്ദ്രമോദി മാത്രമാണ് BJPയുടെ നേതാവ് എന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞു വരികയാണ്.